أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالوا اتخذ الرحمن ولدا سبحانه بل عباد مكرمون لا يسبقونه بالقول وهم بأمره يعملون يعلم ما بين أيديهم وما خلفهم ولا يشفعون إلا لمن ارتضى وهم من خشيته مشفقون ومن يقل منهم إني إله من دونه فذلك نجزيه جهنم كذلك نجزي الظالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1034 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ അംബിയയിലെ 26 മുതൽ 29 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالوا اتخذ الرحمن ولدا سبحانه بل عباد مكرمون لا يسبقونه بالقول وهم بأمره يعملون يعلم ما بين أيديهم وما خلفهم ولا يشفعون إلا لمن ارتضى وهم من خشيته مشفقون ومن يقل منهم إني إله من دونه فذلك نجزيه جهنم كذلك نجزي الظالمين. സദഖല്ലാഹുൽ അലിയുൽ അലീം. സൂറത്തുൽ അംബിയയിലെ 26 മുതൽ 29 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മക്കയിലെ സത്യനിഷേധികൾ അല്ലാഹുവിന്റെ ഏകത്വത്തെ ഉൾക്കൊള്ളാത്ത ആ പശ്ചാത്തലത്തിലാണ് സൂറത്തുൽ അംബിയയിൽ നമ്മൾ വായിച്ചു വരുന്ന ഭാഗത്ത് അടങ്ങിയിട്ടുള്ള ഈ ആയത്തുകളിലെ പ്രതിപാദ്യങ്ങൾ കടന്നു വരുന്നത്. അള്ളാഹുവിന്റെ ഏകത്വത്തിനുള്ള സാക്ഷ്യമായിട്ട് അള്ളാഹു രണ്ടു വിധത്തിലുള്ള തെളിവുകൾ അവതരിപ്പിക്കുകയുണ്ടായി. പ്രപഞ്ചത്തിലെ സകല പ്രതിഭാസങ്ങളും ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം അതിന് സമഗ്രവും കേന്ദ്രീകൃതവുമായ ഒരു ആസൂത്രകൻ ആവശ്യമുണ്ട് എന്നതാണ്. ഒന്നിലേറെ നിയന്ത്രകരുണ്ടാവുകയാണെങ്കിൽ ഭൂമിയും ആകാശങ്ങളും ഒക്കെ അടങ്ങിയ ഈ പ്രപഞ്ചം അതിന്റെ സകല സംവിധാനങ്ങളും താറുമാറായി പോവുമായിരുന്നു എന്നതാണ് അതിന്റെ യുക്തിപരമായ തലം. രണ്ടാമത്തെ ഒരു തെളിവ് അവതരിപ്പിച്ചിരിക്കുന്നത് വിശുദ്ധ ഖുർആനും പൂർവ്വവേദങ്ങളും ദൈവിക സന്ദേശങ്ങളായി മനുഷ്യരുടെ കയ്യിലുള്ള ഏത് കാലഘട്ടത്തിലെ ഏത് ദൈവിക വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിലുള്ളതാണെങ്കിൽ പോലും അതിലൊന്നും തന്നെ അള്ളാഹുവിന്റെ ഏകത്വത്തിന് വിരുദ്ധമായ ഒരു തെളിവും കണ്ടെത്താൻ ആർക്കും സാധ്യമല്ല എന്നതാണ്
രണ്ടാമത്തെ തെളിവായിട്ട് ഇവിടെ ബോധ്യപ്പെടുത്തപ്പെടുകയുണ്ടായി. അതിനുശേഷം ഈ ആളുകളെ, മക്കയിലെ പ്രബോധിത സമൂഹത്തിലെ ആളുകളെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു ചോദിക്കുകയാണ്, അതല്ല ഇവര് വേറെയും ആലിഹത്തിനെ സ്വീകരിച്ചിരിക്കുകയാണ്, എന്നിട്ട് ഇവര് ഭൂമിയിൽ നിന്ന് നിർജീവമായതിനെ വീണ്ടും ജീവിപ്പിക്കുകയാണോ? അങ്ങനെ ഒരു സംഗതി ഇവർക്ക് ചെയ്യാൻ സാധിക്കുമോ? നിർജീവമായ മൃതപ്രായമായ അവസ്ഥയിലുള്ളതിൽ നിന്ന് ജീവൻ കിളിർത്തു കൊണ്ടുവരിക, പുറത്തു കൊണ്ടുവരിക എന്നത് ഇവർക്ക് സാധ്യമാണോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ പദവിയും മഹത്വവും ഒക്കെ തന്നെ അവനോട് ആരും തന്നെ ഒരു കാര്യവും ഉത്തരം ബോധിപ്പിക്കാൻ ആവശ്യപ്പെടുകയില്ല. എന്നാൽ ഇവരൊക്കെയും തന്നെ അള്ളാഹുവിന്റെ മുന്നിൽ ഉത്തരം ബോധിപ്പിക്കേണ്ടവരാണ് എന്നതാണ് അവസ്ഥ. ഈ കാര്യം മനസ്സിലാക്കിയിട്ടും അള്ളാഹുവിനോടൊപ്പം ഇലാഹുകളെ സ്വീകരിക്കുന്ന നിലപാടാണ് ഇവർ തുടരുന്നതെങ്കിൽ ആത്തു ബുർഹാനക്കും, ഇതാണ് പറയാൻ വേണ്ടി അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നത്. നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ. യുക്തിക്കും ബുദ്ധിക്കും നിരക്കാത്ത വല്ലതും ചെയ്തുകൊണ്ടിരിക്കുക എന്നതല്ല, നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിനും നിലപാടിനും അടിസ്ഥാനമായി നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന തെളിവുകളെ ഹാജരാക്കും. ഇത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥം നിങ്ങൾക്കായിട്ട് എന്റെ കാലഘട്ടത്തിലുള്ളവർക്കുള്ള ഉത്ബോധനമായിട്ട് ഹാദാ ദിക്റുമമ്മായ, അതേപോലെ ദിക്റുമൻ ഖബ്ലി, എനിക്ക് മുമ്പുള്ളവർക്കായി നൽകപ്പെട്ട ഉത്ബോധനവും ഉണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ഈ കാലഘട്ടത്തിലെ സമൂഹത്തിന്റെ മുന്നിൽ ദൈവികമായ മാർഗദർശനമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഖുർആൻ അതിന്റെ മുമ്പുള്ള സമൂഹങ്ങളിലേക്ക് അവരുടെ മാർഗദർശനത്തിനു വേണ്ടി അള്ളാഹു അവതരിപ്പിക്കുകയുണ്ടായ മറ്റു വേദഗ്രന്ഥങ്ങൾ, ഇതിലേതിലെങ്കിലും എന്താണ് നിങ്ങൾക്ക് ബുർഹാനായിട്ട് കാണിക്കാനുള്ളത്? ബൽ അക്സറുഹും ലാ യഅലമൂനൽ ഹഖ്, എന്നാൽ യാഥാർത്ഥ്യം ഇതാണ്, അവരിൽ അധിക പേർക്കും സത്യം അറിയുകയില്ല. അതുകൊണ്ട് അവര് പുറംതിരിഞ്ഞ് പൊയ്ക്കളയുകയാണ്. താങ്കൾക്ക് മുമ്പ് നാം ദൂതന്മാരെ അയക്കുകയും അവരോട് ഇങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, എന്നെ കൂടാതെ മറ്റൊരു ആരാധ്യനുമില്ല, അതുകൊണ്ട് ഫഅബ്ദൂൻ, നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യുക എന്ന് പറയാൻ വേണ്ടി പറയുന്ന വിധത്തിൽ പറയുന്നവരായിക്കൊണ്ട്, അങ്ങനെ അവരോട് ആവശ്യപ്പെട്ടുകൊണ്ടും അവർക്ക് ആ വിധത്തിൽ വെളിപാട് നൽകിക്കൊണ്ടുമല്ലാതെ താങ്കൾക്ക് മുമ്പ് നാം ഒരു ദൂതനെയും അയക്കുകയുണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ സകല ദൂതന്മാരും നിർവഹിച്ച ദൈവിക ദൗത്യം ഒന്ന് തന്നെയായിരുന്നു. അവർ മുന്നോട്ട് വെച്ച സന്ദേശം ഒന്ന് തന്നെയായിരുന്നു. എന്നാൽ അതിനെ തുടർന്ന് ഈ ആളുകൾ പ്രത്യേകിച്ച് ബുർഹാനൊന്നുമില്ലാതെ, യാതൊരു വിധത്തിലുള്ള തെളിവും പിൻബലവും ഇല്ലാതെ തന്നെ ബഹുത്വത്തിന്റെ പല വഴികളിലേക്ക് പോയിരിക്കുകയാണ്. മക്കയിലെ മുശ്രിക്കുകള് ഒരുപാട് ദേവീദേവന്മാരെ ആരാധിച്ചുകൊണ്ടിരുന്നവരാണ്. ആ ദേവീദേവന്മാരെ പ്രതിദാനം ചെയ്യുന്ന വിധത്തിൽ അവര് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വെച്ചിരുന്നു. മഹത്തുക്കളായ ആളുകളുടെ പേരിൽ അവര് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നു. ഇതൊക്കെ ദിവ്യത്വമുള്ളവരാണ്, അള്ളാഹുവിനോടൊപ്പം ദിവ്യശക്തിയുള്ളവരാണ് എന്നാണ് അവര് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് അത്തരം വിഗ്രഹങ്ങളെയും അത്തരം അവരെ സങ്കല്പത്തിലുള്ള ദേവീദേവന്മാരെയും ഒക്കെ അവര് പൂജിക്കാനും ആരാധിക്കാനും ഒക്കെ തുടങ്ങുന്നത്. അതേപോലെ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളുടെ തുടക്കത്തിൽ പറയുന്നത്. വഖാലു എന്ന് വായിച്ച ആ ഭാഗം നോക്ക്. വഖാലു,
അവരിങ്ങനെ പറയുകയുണ്ടായി, ഇത്തഖദർ റഹ്മാനു വലത, കാരുണ്യവാനായ ദൈവം ഒരു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു. ഇതാണ് വേറെ ചിലര് പറയുകയുണ്ടായ ഒരു കാര്യം. അള്ളാഹുവിന് പുത്രനുണ്ട്, അല്ലെങ്കിൽ അള്ളാഹു പുത്രന്മാരെ സ്വീകരിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വിധത്തില് പറയുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ ചില വിഭാഗങ്ങൾ രംഗത്ത് വരികയുണ്ടായിട്ടുണ്ടായിരുന്നു. യഹൂദർക്ക് അങ്ങനെ വാദം ഉണ്ടായിരുന്നു, അതുപോലെ ക്രൈസ്തവർക്ക് അങ്ങനെയുള്ള വാദം ഉണ്ടായിരുന്നു. യഹൂദര് ഉസൈർ അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ വിധത്തില് ഉസൈറിനെ അള്ളാഹുവിന്റെ പുത്രനായിട്ട് അവര് കാണുകയുണ്ടായിരുന്നു. അതേപോലെ ഈസ അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരുന്ന ക്രൈസ്തവ സമൂഹവും. അപ്പൊ ഇവരൊക്കെ തന്നെ അള്ളാഹുവിന്റെ പുത്രന്മാരുണ്ട് എന്ന വാദഗതി മുന്നോട്ട് വെക്കുന്നവരാണ്. ഈ ആയത്തിന്റെ തുടക്കത്തില് വഖാലു ഇത്തഖദർ റഹ്മാനു വലദ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തഖദർ റഹ്മാനു വലദ. ഞാൻ പലപ്പോഴും നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അള്ളാഹു എന്ന പേരിന് പകരമായിട്ട് വിശുദ്ധ ഖുർആനിൽ പലയിടത്തും ഉപയോഗിക്കുന്ന ഒരു പേര് അർ-റഹ്മാൻ എന്നതാണ്. പ്രപഞ്ച സാകല്യത്തിലെ സകലതിനുമായി ദൈവിക കാരുണ്യം എന്നുള്ള നിലക്കാണ് അള്ളാഹു അവയുടെ ഉണ്മയും അസ്തിത്വവും അതുപോലെ അടിസ്ഥാന കാര്യങ്ങളൊക്കെയും തന്നെ നൽകിയിട്ടുള്ളത്. ജീവൻ, ജീവിക്കാനുള്ള സാധ്യതയുള്ള ചുറ്റുപാടുകൾ, അങ്ങനെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഒരു പ്രകടനം എന്നുള്ള നിലക്കാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. ഈ അടിസ്ഥാനപരമായ ദൈവിക ഗുണം ജീവജാലങ്ങൾക്ക്, മനുഷ്യർക്ക് ഒക്കെ തന്നെ അവരുടെ സ്വത്വവും അസ്തിത്വവും ഒക്കെ അവർക്ക് നൽകി എന്നത്, ഈ ഒരു സംഗതിയാണ് അർ-റഹ്മാൻ എന്ന നാമം സൂചിപ്പിക്കുന്നത് എന്നാണ് പൊതുവെ മനസ്സിലാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രയോഗം അർ-റഹീം എന്നതിൽ നിന്ന് വ്യത്യസ്തതയുള്ളതായിട്ടാണ് പരിഗണിക്കപ്പെടാറുള്ളത്. തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന, പാപങ്ങൾ ചെയ്യുന്ന മനുഷ്യര് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ അവരോട് അള്ളാഹു കാരുണ്യവും അലിവും കാണിക്കുന്ന ഒരു സംഗതിയാണ് അർ-റഹീം എന്ന വിശേഷണം സൂചിപ്പിക്കുന്നത് എന്നത് വിശുദ്ധ ഖുർആനിൽ ഈ രണ്ട് പദങ്ങളും വ്യത്യസ്തമായ സന്ദർഭങ്ങളിലും വ്യത്യസ്തമായ പശ്ചാത്തലങ്ങളിലും ഉപയോഗിച്ചതിന്റെ സ്വഭാവം പരിഗണിക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആളുകൾ പറയുന്നത് ഇത്തഖദർ റഹ്മാനു വലദ, അള്ളാഹു ഒരു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന്. സുബ്ഹാനല്ലാഹ് എന്നാണത് സൂചിപ്പിക്കുന്നത്. അള്ളാഹു അതിനേക്കാളൊക്കെ ഇവര് സങ്കല്പിക്കുന്ന ഈ പരിമിതമായ ആശയ സാധ്യതകളിൽ നിന്നൊക്കെ എത്രയോ ഉന്നതനാണ്, അതിനേക്കാളൊക്കെ എത്രയോ ഔന്നത്യമുള്ളവനാണ് അള്ളാഹു. അള്ളാഹുവിന്റെ മഹത്വത്തെ ആരെങ്കിലും അള്ളാഹുവിനെ ഏതെങ്കിലും വിധത്തിൽ നിസാരനാക്കിക്കൊണ്ട് അവതരിപ്പിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ പരാമർശിക്കുമ്പോഴാണ്, അതല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ എത്രയോ ഉന്നതനാണ് അള്ളാഹു എന്നത് നമുക്ക് ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ബോധ്യപ്പെടുമ്പോഴാണ് നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത്. പ്രപഞ്ച സൃഷ്ടിപ്പിലെ അതിവിസ്മയകരമായ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നത് സുബ്ഹാനല്ലാഹ് എന്നതാണ്. ജീവജാലങ്ങളൊക്കെയും അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അള്ളാഹുവിന്റെ മഹത്വത്തെ ബോധ്യപ്പെടുന്ന, ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള അവരുടെ സ്വാഭാവികമായ ഒരു പ്രതികരണമാണ്. ഇവിടെ അള്ളാഹു ഒരു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ചിലര് പറയുമ്പോൾ നമുക്ക് അതിനോട് പ്രതികരിച്ചുകൊണ്ട് പറയാനുള്ള ഒരേ ഒരു കാര്യം സുബ്ഹാനല്ലാഹ് എന്നാണ്. ഒരു പുത്രൻ വേണം എന്ന ഒരു ചാപല്യം, ഒരു പുത്രനെ കൂടെ
ആവശ്യമുണ്ട് എന്ന് കരുതുന്ന ഒരു മെന്റൽ വീക്ക്നെസ്, മനസ്സിന്റെ ഒരു ദുർബലത, അതിന്റെയൊക്കെ എത്രയോ ഉപരിയായ മഹത്വം ഉടയവനാണ് അള്ളാഹു. അതിനേക്കാളൊക്കെ എത്രയോ വിശുദ്ധിയുള്ളതാണ് അള്ളാഹുവിന്റെ പ്രകൃതം. ഇതാണ് ഈ പദം സൂചിപ്പിക്കുന്നത് എന്ന് കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്, അവൻ എത്രയോ പരിശുദ്ധനാണ്. അങ്ങനെ ഒരു പുത്രൻ ആവശ്യമുണ്ട് എന്നൊരു ചാപല്യം അനുഭവപ്പെടുന്ന ഒരു മനുഷ്യനെ പോലെയുള്ള ദൗർബല്യങ്ങളുള്ള ഒരാളല്ല അള്ളാഹു. അതിനേക്കാളൊക്കെ എത്രയോ മഹത്വം ഉടയവനാണ്. കാരണം ഈ പ്രപഞ്ചത്തിലെ സകലതും അവന്റെ സൃഷ്ടിയാണ് എന്ന് നമുക്ക് അറിയുമ്പോ എന്തിനു വേണ്ടിയാണ് അവനൊരു പുത്രൻ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ഉയർന്നു വരും. ഈ ഒരു തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ സുബ്ഹാനഹു എന്ന് പറയുന്ന ആ പ്രതികരണം നമ്മളിൽ നിന്ന് ഉളവാകുന്നത്. ബൽ ഇബാദും മുക്രമൂൻ, അങ്ങനെയല്ല, ആദരണീയരായ അടിയാറുകൾ മാത്രമാണ് അവര്. അള്ളാഹുവിന്റെ സന്തതികളാണ് എന്ന് മലക്കുകളെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹുവിന് പുത്രന്മാരുണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളുടെ ആ ജൽപ്പനങ്ങളോടുള്ള പ്രതികരണമായിട്ടാണ് ഈ കാര്യം ഇവിടെ പറയുന്നത് എന്നത് കാണാൻ കഴിയും. അതിന്റെ തൊട്ടു മുമ്പ് ചർച്ചയിൽ വന്നിട്ടുണ്ടായിരുന്ന കാര്യം അതാണ്. അപ്പോ സുബ്ഹാനഹു ബൽ ഇബാദും മുക്രമൂൻ, ഈ മലക്കുകള് അള്ളാഹുവിന്റെ പുത്രിമാരാണ്, അള്ളാഹുവിന്റെ സന്തതികളാണ് എന്നൊക്കെ സങ്കല്പിച്ചുകൊണ്ട് മലക്കുകളെ പൂജിക്കുന്ന, അവർക്ക് പ്രത്യേക പേരിട്ട് വിളിക്കുകയും അവർക്ക് വേണ്ടിയുള്ള പ്രതിഷ്ഠകളും വിഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാക്കി വെക്കുകയൊക്കെ ചെയ്തിരുന്ന പല കാര്യങ്ങളിലും വ്യാപൃതരായിരുന്ന ആളുകളാണ് മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് കടന്നു വന്ന ആ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോ മലക്കുകളെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്ന അവര് അള്ളാഹുവിന്റെ സന്തതികളാണ്, അള്ളാഹുവിന്റെ മക്കളാണ്, അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്നൊക്കെയായിരുന്നു അവര് പറഞ്ഞിരുന്നത്. എന്നാൽ അവർ അള്ളാഹുവിന്റെ പുത്രന്മാരോ പുത്രിമാരോ ഒക്കെയാണ് എന്ന് പറയുന്ന ആ സംഗതി തന്നെ അള്ളാഹുവിന്റെ ഔന്നത്യത്തിന് തീരെ നിരക്കുന്നതല്ല. മറിച്ച് ബൽഹും ഇബാദും മുക്രമൂൻ, അങ്ങേയറ്റത്തെ ആദരണീയത ഉള്ള അള്ളാഹുവിന്റെ ദാസന്മാരാണ് മലക്കുകൾ. അള്ളാഹുവുമായി ഏതൊരു സംഗതിക്കുമുള്ള ബന്ധം എന്ന് പറയുന്നത് ഈ ഉബൂദിയത്തിന്റെ ബന്ധമാണ്. എന്ത് സംഗതിയും അള്ളാഹുവിന് ദാസ്യവേല ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അത് ജീവനുള്ളതായാലും ജീവനില്ലാത്തതായാലും അതൊക്കെ തന്നെയും അള്ളാഹുവിന്റെ അബ്ദാണ്. അള്ളാഹുവിന്റെ ഇബാദേ അവ ആകുന്നുള്ളൂ, അള്ളാഹുവിന്റെ അടിയാറുകളാണ്. ഇവിടെ മലക്കുകളെ കുറിച്ച് അള്ളാഹു പറയുന്നത് അങ്ങേയറ്റത്തെ ആദരണീയതയുള്ള അടിമകളാണ് മലക്കുകൾ. അള്ളാഹുവിനോട് ഒരിക്കലും ഇടയാത്ത, അള്ളാഹുവിന്റെ കൽപ്പനകളെ ശിരസ വഹിക്കുന്ന, കൃത്യതയോടുകൂടി അവ പാലിക്കുകയും അനുസരിക്കുകയും ഒക്കെ ചെയ്യുന്ന അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളാണ് മലക്കുകൾ. അവർ അള്ളാഹുവിന്റെ പുത്രന്മാരോ പുത്രിമാരോ ഒന്നുമല്ല. ബൽ ഇബാദും മുക്രമൂൻ, പുത്രനും പുത്രിയൊക്കെ ആകുക എന്ന് പറയുന്നത് ആർക്കാണോ പുത്രനും പുത്രിയൊക്കെ ഉണ്ടാവുന്നത് അവർക്കുള്ളൊരു വ്യക്തിപരമായ ചാപല്യവും ദൗർബല്യവും ഒക്കെ ആയിട്ടാണ് അത് നമുക്ക് അനുഭവപ്പെടുക. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇച്ഛിക്കുന്ന എന്തും സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ്. അത്രയും മഹത്വമുള്ള പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് പുത്രന്മാരെയോ പുത്രിമാരെയോ സങ്കല്പിക്കുക എന്നത് അവനെ ചെറുതാക്കി കാണലാണ്, കൊച്ചാക്കി കാണലാണ്. അങ്ങനെയല്ല, അവൻ അങ്ങേയറ്റം പരിശുദ്ധനാണ്, അതുപോലെ മഹത്വമുടയവനുമാണ്. ഈ മലക്കുകളോ ഇബാദും മുക്രമൂൻ, അത്യാദരണീയരായ ആദരണീയതയുള്ള അള്ളാഹുവിന്റെ അടിയാറുകളാണ്, ദാസന്മാരാണ്. ലാ യസ്ബിഖൂനഹു ബിൽ ഖൗലി വഹും ബിഅംരിഹി യഅമലൂൻ. അള്ളാഹുവിനോട് സംസാരത്തിൽ അവരൊരിക്കലും തന്നെ മുൻകടക്കുകയില്ല. അള്ളാഹുവിനെ കവച്ചു വെച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ സംസാരത്തിന് മുൻകടന്നുകൊണ്ട് സംസാരിക്കാൻ
വെമ്പല് കാണിക്കുന്നവരോ വ്യഗ്രത കാണിക്കുന്നവരോ ഒന്നുമല്ല ഈ മലക്കുകൾ. അവർ അള്ളാഹുവിന് വിധേയപ്പെട്ട് മാത്രം നിലകൊള്ളുന്ന അവന്റെ ആദരണീയരായ അടിമകളാണ്, ദാസന്മാരാണ്. ലാ യസ്ബിഖൂനഹു ബിൽ ഖൗൽ, സംസാരത്തിൽ പോലും അവര് അള്ളാഹുവിനെ കവച്ചു വെക്കുകയോ മുൻകടക്കുകയോ ഒന്നും ചെയ്യൂല. അത് അള്ളാഹുവിനോടുള്ള അവരുടെ ഭക്തി ആദരവുകൾ കാരണമായിട്ടാണ്. ആ വിധത്തിൽ അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്ന അവന്റെ ഏറ്റവും ആദരണീയതയുള്ള ദാസന്മാരാണ് മലക്കുകൾ. വഹും ബി അംരിഹി യഅമലൂൻ, അവന്റെ കൽപ്പന പ്രകാരം മാത്രമാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. അവരുടെ സകല പ്രവർത്തനങ്ങളും അവന്റെ കൽപ്പന പ്രകാരമാണ്, അവന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ടുള്ളതാണ്. വഹും ബി അംരിഹി യഅമലൂൻ. അള്ളാഹുവിന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ, ദിവ്യത്വത്തിൽ പങ്കുള്ള മറ്റൊരു എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ അതിന് സ്വതന്ത്രമായ ഒരു പ്രകൃതവും സ്വേച്ഛ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാധ്യതയും ഒക്കെ അതിനോടൊപ്പം വന്നു ചേരുന്നുണ്ട്. എന്നാൽ ഈ മലക്കുകളുടെ കാര്യം അങ്ങനല്ല. അങ്ങനെ ഒരു സ്വേച്ഛയോ സ്വതന്ത്രമായ നിലപാടോ കാണിക്കുന്നവരല്ല മലക്കുകൾ. അങ്ങേയറ്റത്തെ ആദരവ് അർഹിക്കുന്ന, അള്ളാഹുവിന്റെ മുന്നില് ശബ്ദമുയർത്താത്ത, അവന്റെ ശബ്ദത്തെ, സംസാരത്തെ മറികടക്കാത്ത, അവന്റെ കൽപ്പനകളെ പൂർണ്ണമായി അനുസരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നവരാണ് മലക്കുകൾ. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുന്നിലുള്ളതും പുറകിലുള്ളതും അവൻ അറിയുന്നുണ്ട്. മലക്കുകളുടെ കാര്യത്തില് അവരുടെ കൺമുന്നിൽ അവർക്ക് ദൃശ്യമായ സംഗതികളും അവരുടെ പിന്നിലായിക്കൊണ്ട് അവർക്ക് അദൃശ്യമായ കാര്യങ്ങളും എല്ലാ വിശദാംശങ്ങളോടും കൂടി അറിയുന്നവനാണ് അള്ളാഹു. ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ അറിവും മലക്കുകളുടെ അറിവും ഒരുപോലെയല്ല. മലക്കുകളുടെ അറിവിന് പരിമിതിയുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ അറിവ്, അള്ളാഹുവിന്റെ ജ്ഞാനം എന്ന് പറയുന്നത് ആ പരിമേയമാണ്, പരിമിതികളില്ലാത്തതാണ്. ഈ മലക്കുകളുടെ മുന്നിൽ അവർക്ക് കാണാനും അറിയാനും കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് അള്ളാഹുവിന് അറിയാം. അവരെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യവും അള്ളാഹുവിന് അറിയാം. അതുകൊണ്ട് തന്നെ മക്കയിലെ മുശ്രിക്കുകൾ കരുതിയിരുന്നത് ഈ മലക്കുകള്, അവര് പൂജിക്കുന്ന, അവരെ ആരാധിക്കുന്ന മലക്കുകള് അവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കല് ശുപാർശ ചെയ്യുമെന്നാണ്. അള്ളാഹുവിന്റെ അടുക്കല് മലക്കുകളും സ്വാലിഹുകളും ഒക്കെ ശുപാർശ ചെയ്യും എന്നത് സങ്കല്പിക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെ മലക്കുകളുടെ ഒരു പ്രത്യേകത, അള്ളാഹുവിനോട് ഇടഞ്ഞു നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ജീവിതത്തില് പല നെറികേടുകളും ചെയ്തുകൊണ്ട് അള്ളാഹുവുമായിട്ട് അവരുടെ ബന്ധം ശരിയാക്കിയെടുക്കാതെ മലക്കുകളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവർക്ക് നിവേദനം സമർപ്പിച്ചുകൊണ്ട് അവരോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെ അവരെ സമീപിക്കുകയും അവരെ പൂജിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തിൽ വലിയ വിഡ്ഢിത്തമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരിക്കലും തന്നെ മലക്കുകള് അള്ളാഹുവിന്റെ അനുമതി ഇല്ലാത്തവർക്ക് വേണ്ടി ശിഫാഅത്ത് ചെയ്യുകയില്ല. വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർത്തളാ, അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടി അല്ലാതെ മലക്കുകള് ശുപാർശ ചെയ്യുകയില്ല. എന്ന് പറഞ്ഞാൽ ആർക്കു വേണ്ടിയാണോ മലക്കുകള് ശുപാർശ ചെയ്യുന്നത്, അള്ളാഹു ഇഷ്ടപ്പെടുന്നത്, അവർക്ക് വേണ്ടി മാത്രമേ മലക്കുകള് ശുപാർശ ചെയ്യുള്ളൂ. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ രഹസ്യവും പരസ്യവുമായ കാര്യങ്ങൾ അറിയുകയില്ല. അവരുടെ തെളിഞ്ഞു കിടക്കുന്ന കാര്യങ്ങളും മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളും പൂർണ്ണമായിട്ട് അറിയുന്നവരല്ല മലക്കുകൾ. ചില ആളുകള് അള്ളാഹുവിന്റെ കാരുണ്യം അർഹിക്കാത്തവരായിരിക്കും. അള്ളാഹുവിന്റെ കാരുണ്യത്തിനുള്ള യോഗ്യതയോ അർഹതയോ ഇല്ലാത്തവരായിരിക്കും. അവർക്ക് വേണ്ടി മലക്കുകൾ ശുപാർശ ചെയ്യുക എന്ന
ഒരു കാര്യം മലക്കുകൾ ഒരിക്കലും ചെയ്യുകയില്ല. എന്നാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന് അർഹതയുള്ള ആളുകളുണ്ട്. മലക്കുകളും പ്രവാചകന്മാരും സ്വാലിഹുകളും ഒക്കെ അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നത് അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമാണ് അവര് ശുപാർശ ചെയ്യുക. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ അനുമതി ലഭിച്ചവരുടെ കാര്യത്തിൽ മാത്രമാണ് അവർ ശുപാർശ ചെയ്യുന്നത് എന്ന് പറയുന്നത്. അർഹതയുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ കാരുണ്യം ലഭിക്കാൻ ശുപാർശ ചെയ്യപ്പെടുന്നതിന് യോഗ്യതയുള്ള ആളുകളുടെ കാര്യത്തിൽ അള്ളാഹു അനുമതി കൊടുക്കുന്നു. ആ അടിസ്ഥാനത്തിലാണ് അവര് ശുപാർശ ചെയ്യുന്നത്. മക്കയിലെ ആളുകൾ കരുതിയിരുന്നത് അവരുടെ സകല നെറുകേടുകളും വൃത്തികേടുകളും ഒക്കെ ഇരിക്കെ തന്നെ മലക്കുകളെ പൂജിച്ച് അവരെ ആരാധന ചെയ്താൽ മലക്കുകൾ അവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കല് ശുപാർശ ചെയ്യും എന്നാണ്. അത് അവരുടെ തെറ്റായ ഒരു ധാരണയാണ് എന്നാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർത്തളാ. അള്ളാഹു റിള കാണിക്കുന്നത്, തൃപ്തി കാണിക്കുന്നത് ആരുടെ കാര്യത്തിലാണോ അവർക്ക് വേണ്ടി മാത്രമേ, അവരുടെ കാര്യത്തിൽ മാത്രമേ ഇവര് ശഫാഅത്ത് ചെയ്യുന്നുള്ളൂ. വഹും മിൻ ഖശ്യതിഹി മുശ്ഫിഖൂൻ. അള്ളാഹുവിനോടുള്ള ഭയഭക്തി കാരണമായിട്ട്, ഭയപ്പാട് കാരണമായി അവര് വിറകൊള്ളുന്നവരാണ് മലക്കുകൾ എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിനെ ഒരു തരിമ്പ് പോലും ധിക്കരിക്കുന്ന കാര്യം, അള്ളാഹുവിനോട് എന്തെങ്കിലും വിധത്തിലുള്ള അനുസരണക്കേട് കാണിക്കുന്ന കാര്യം ആലോചിക്കുന്നത് പോലും അവരിൽ വിറയലുണ്ടാക്കുന്നു. അള്ളാഹുവിന്റെ കൽപ്പനകൾ ശിരസ വഹിക്കുവാനും പാലിക്കുവാനുമാണ് അവര് സന്നദ്ധരായിട്ടുള്ളത്. മറ്റുള്ളവർക്ക് വേണ്ടി അർഹിക്കാത്ത ഒരു ശുപാർശ നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും അവര് സന്നദ്ധരല്ല. അള്ളാഹുവിനോടുള്ള ഭയപ്പാട് കാരണമായി അവര് വിറയൽ അനുഭവപ്പെടുന്നവരാണ് എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. വമൻ യഖുൽ മിൻഹും ഇന്നി ഇലാഹുൻ മിൻ ദൂനിഹി. ഇപ്പൊ നിങ്ങള് മലക്കുകളിൽ പലരെയും പേരിട്ട് വിളിച്ചുകൊണ്ട് വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി അവയെ ദൈവങ്ങളായിട്ട് കണ്ടുകൊണ്ട് ആരാധിക്കുകയാണല്ലോ. എന്നാൽ വമൻ യഖുൽ മിൻഹും, വസ്തുത ഇതാണ്, അവരിൽപ്പെട്ട ആരെങ്കിലും പറയുകയാണ് ഇന്നി ഇലാഹുൻ മിൻ ദൂനിഹി, അള്ളാഹുവിനെ കൂടാതെ ഞാൻ അവന് പുറമെ അവനോടൊപ്പം ഒരു ദൈവമാണ് എന്ന് അവരിൽ ആരെങ്കിലും പറയുന്നുവെങ്കിൽ ഫദാലിക നജ്സീഹി ജഹന്നം, അങ്ങനെ പറയുന്നവന് നാം നൽകുക നരകമായിരിക്കും പ്രതിഫലമായിട്ട്. കദാലിക നജ്സിൽ ളാലിമീൻ, അക്രമികള് അധർമ്മികള് അല്ലെങ്കിൽ ഈ വിധത്തിൽ അന്യായം ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും നാം നൽകുന്ന പ്രതിഫലം അങ്ങനെയുള്ളതായിരിക്കും. നാം അങ്ങനെയാണ് അവർക്ക് പ്രതിഫലം നൽകുക. മലക്കുകൾ ഒരിക്കലും തന്നെ അള്ളാഹുവിനോടൊപ്പം ഞങ്ങള് ആരാധ്യന്മാരാണ്, ഇലാഹുകളാണ് എന്ന് പറയുകയില്ല. അഥവാ ഇവര് സങ്കല്പിക്കുന്ന പോലെ അവരിൽ ആരെങ്കിലും ഇലാഹായി ചമയുന്നുവെങ്കിൽ അക്കാര്യത്തില് പിന്നെ അവർക്ക് ശുപാർശ നടത്താൻ പോയിട്ട് സ്വന്തം കാര്യത്തിൽ പോലും ഒന്നിനുമുള്ള ഒരവസരം ഉണ്ടാവുകയില്ല. കാരണം അവര് നരകശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നവര് ആയിരിക്കും. എന്നിട്ട് നരകശിക്ഷ സ്വന്തം നിലക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്ന ആളുകളാണോ, മലക്കുകളാണോ ഇവരുടെ ശുപാർശകരായി വരാൻ പോകുന്നത്? ഒരിക്കലും അതുണ്ടാവില്ല. അള്ളാഹു അതിന്റെ യുക്തിപരമായ സാധ്യതയില്ലായകയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. മലക്കുകൾ ഒരിക്കലും തന്നെ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുകയോ അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുകയോ ഒന്നും ചെയ്യൂല. അള്ളാന്റെ അതൃപ്തിയുള്ള വിധത്തില് ആർക്കു വേണ്ടിയും അവര് ഇടപെട്ട് സംസാരിക്കുകയില്ല. അവര് ശഫാഅത്ത് ചെയ്യുക ആർക്കാണോ അള്ളാഹു തൃപ്തി കാണിക്കുന്നത് അവരുടെ കാര്യത്തിൽ മാത്രമാണ് അവര് ശുപാർശകരായിട്ട് രംഗത്ത് വരിക. അവരിൽ ഒരാളും തന്നെ താൻ ഇലാഹാണ്, അള്ളാഹുവിനെ പോലെ അള്ളാഹുവിനോടൊപ്പം ഒരു ഇലാഹാണ് എന്ന് ഒരാൾ പോലും അവരുടെ കൂട്ടത്തിൽ അവകാശപ്പെടുകയില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുവെങ്കിൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന നരകമാണ് അവർക്കുള്ള പ്രതിഫലം.
അങ്ങനെ നരകം പ്രതിഫലമായി ലഭിക്കുന്ന ആള് ആവണല്ലോ ഞാൻ ഇലാഹാണ് എന്ന് പറയുന്ന ഒരു മലക്കുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ആ മലക്കിന് ഞാൻ ഇലാഹാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നരകശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നുവെങ്കിൽ പിന്നെ ആ മലക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ശുപാർശകരായിട്ട് രംഗത്തുണ്ടാവുക എന്നതാണ് അള്ളാഹു ഇവിടെ ഉന്നയിക്കുന്ന ചോദ്യം. وَمَنْ يَقُلْ مِنْهُمْ إِنِّي إِلَٰهٌ مِّن دُونِهِ فَذَٰلِكَ نَجْزِيهِ جَهَنَّمَ كَذَٰلِكَ نَجْزِي الظَّالِمِينَ. ഈ വിധത്തിലാണ് നാം അക്രമികൾക്ക് പ്രതിഫലം നൽകുന്നത്. അപ്പോ ധിക്കാരികളായ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്ന സകലർക്കും നാം നൽകുന്ന പ്രതിഫലം ഈ നരകമാണ്. മലക്കുകളുടെ കൂട്ടത്തിൽ ഒരാളും തന്നെ അങ്ങനെ ധിക്കാരം കാണിക്കുന്നവരായിട്ടില്ല. വെറുതെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക, മലക്കുകളുടെ കൂട്ടത്തിൽ ഒരാള് ഞാൻ ഇലാഹാണ് എന്ന് പറയുന്നു, അങ്ങനെ അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിക്കുന്നുവെങ്കിൽ അയാൾ നരകം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ആളായിരിക്കും. ആ മലക്ക് എങ്ങനെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ നിങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നവരായിട്ട് നിലകൊള്ളുക എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന യുക്തിപരമായ ഒരു ചോദ്യം. ചില ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ടതുണ്ട്. ഞാൻ വളരെ ക്വിക്കായിട്ട് അതിനോടൊരു പ്രതികരണം നടത്താമെന്നാണ് വിചാരിക്കുന്നത്. ഒന്ന്, മനുഷ്യൻ മുഖേന എന്ന് പറയുമ്പോൾ ഇത് DK എന്ന പ്രൊഫൈലിന് വന്ന ചോദ്യമാണ്. മനുഷ്യൻ മുഖേന എന്ന് പറയുമ്പോൾ മനുഷ്യനെ അള്ളാഹു ആശ്രയിക്കുന്നു എന്നല്ലേ എന്നാണ് ചോദ്യം. നേരത്തെ നമ്മൾ വായിച്ച ഒരായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ബൽ നഖ്ദിഫു ബിൽ ഹഖ് അലൽ ബാത്തിൽ ഫയദ്മഗുഹു ഫൈദാ ഹുവ സാഹിഖുൻ വലക്കുമുൽ വൈലു മിമ്മാ തസിഫൂൻ എന്നൊരായത്ത് നമ്മൾ മുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ബാത്തിലിനെ നാം സത്യം കൊണ്ട് പ്രഹരിക്കുന്നു, ബാത്തിലിന്റെ തല നാം അതുകൊണ്ട് ആ വിധത്തിൽ തല്ലിപ്പൊളിക്കുന്നു, അങ്ങനെ ബാത്തില് അപ്രത്യക്ഷമാവുന്നു എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. ഞാനത് വിവരിക്കുമ്പോ മനുഷ്യർ മുഖേനയാണ് ഈ കാര്യം നിർവഹിക്കപ്പെടുന്നത്, അള്ളാഹു ചെയ്യുന്നു എന്നാണ് പറയുന്നത് എങ്കിലും എന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. അതിനോടുള്ള പ്രതികരണമായിട്ടാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ മാത്രമല്ല, ഖുർആനിൽ ഒരുപാട് സംഗതികള് മനുഷ്യർ ചെയ്യുന്ന പല കാര്യങ്ങളും അള്ളാഹു ചെയ്തു എന്ന് പറയുന്നത് കാണാൻ കഴിയും. അതിന്റെ അടിസ്ഥാനപരമായ ഒരു സൂചന ഏത് കാര്യവും അള്ളാഹുവിന്റെ മശീഅത്ത് കാരണമായിട്ടേ ചെയ്യാൻ സാധ്യമാവുള്ളൂ എന്നതാണ്. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. അള്ളാഹു ഉദ്ദേശിക്കാതെ കണ്ട് അള്ളാഹുവിന്റെ മശീഅത്ത് ഇല്ലാതെ നിങ്ങൾക്കൊരു കാര്യം ഉദ്ദേശിക്കാൻ പോലും സാധ്യമല്ല എന്നാണ് ഖുർആൻ പറയുന്ന കാര്യം. അപ്പൊ ഏതൊരു സംഗതിയുടെ കാര്യത്തിലും അത് ആര് ചെയ്യുകയാണെങ്കിലും അത് അള്ളാഹുവിന്റെ മശീഅത്തിന്റെ ഫലമായിട്ട്, അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന്റെ ഫലമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യം. പ്രപഞ്ചത്തില് അല്ലെങ്കിൽ ഭൂമുഖത്ത് മനുഷ്യര് മിഥ്യ തല പൊക്കുമ്പോഴൊക്കെ തന്നെ അതിനെ നേരിടാൻ മനുഷ്യരിൽ നിന്നൊരു വിഭാഗം ആളുകൾ രംഗത്ത് വരും. എന്നിട്ട് മിഥ്യയെ പ്രഹരിക്കുകയും ആക്രമിക്കുകയും തോൽപ്പിക്കുകയും ഒക്കെ ചെയ്യും. ഈ ഒരു കാര്യമാണ് അവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അത് അള്ളാഹുവിന്റെ ഒരു സംവിധാനമാണ്. ആ നിലക്ക് തന്നെ അത് ആ പ്രവർത്തനം അല്ലെങ്കിൽ ആ പ്രതിഭാസം നിരന്തരമായി നടന്നുകൊണ്ടിരിക്കും എന്ന കാര്യമാണ് അവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യരുടെ ചിന്ത, പ്രവർത്തനം, അവര് സ്വീകരിക്കുന്ന നടപടികള്, ഇതൊക്കെ തന്നെ അള്ളാഹു നിയന്ത്രിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന്റെ ഒരു ചരട് അതിലുണ്ട്. അതേ സമയത്ത് മനുഷ്യന് ഉത്തരവാദിത്വം അവരുടെ കർമ്മങ്ങളുടെ കാര്യത്തിൽ തോന്നുന്ന വിധത്തിൽ ഒരു പങ്ക് അവർക്ക് അതിലൊക്കെ ഉണ്ട് താൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് കാര്യം ഉണ്ടാവുകയാണെങ്കിലും
അത് നാം ചെയ്യുന്നു എന്ന വിധത്തിൽ അള്ളാഹുവിന് പറയാൻ യാതൊരു തടസ്സവുമില്ല. അത് തങ്ങളുടെ കുറ്റമാണ് അല്ലെങ്കിൽ തങ്ങൾ ചെയ്ത നന്മയാണ് എന്ന വിധത്തിൽ മനുഷ്യർ നോക്കിക്കാണേണ്ടി വരികയും ചെയ്യും. കാരണം അവരുടെ ഇച്ഛയും അവരുടെ തീരുമാനവും അവരുടെ മനസ്സാന്നിധ്യവും ഒക്കെ അതിൽ അടങ്ങിയിട്ടുണ്ടാവുകയും ചെയ്യും. അങ്ങനെയാണ് ആ സംഗതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അള്ളാഹു മനുഷ്യരെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യരെ ആശ്രയിച്ചുകൊണ്ട് മാത്രമേ അള്ളാഹുവിന് അത് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന ഒരർത്ഥത്തിലാണ് മനസ്സിലാക്കുന്നതെങ്കിൽ അത് തെറ്റായ മനസ്സിലാക്കലാണ്. അള്ളാഹുവിന് ഇതൊക്കെ കുൻ എന്ന് പറഞ്ഞാൽ നിർവഹിക്കാനും നടപ്പിലാക്കാനും ഒക്കെ കഴിയുന്ന കാര്യങ്ങളേ ഉള്ളൂ. മനുഷ്യര് ഈ സംവിധാനത്തില്, പ്രപഞ്ച സംവിധാനത്തില് പലതും ചെയ്യുന്നുണ്ട്. മനുഷ്യരാണ് കൃഷി നടത്തുന്നത്, മനുഷ്യരാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇതൊക്കെ മനുഷ്യർ നടത്തുമ്പോഴും അള്ളാഹുവിന്റെ ഇച്ഛയാണ്, മശീഅത്താണ് നടപ്പിലാക്കപ്പെടുന്നത് എന്നതാണ് വസ്തുത. അള്ളാഹുവിന്റെ മശീഅത്ത് ഇല്ലാതെ കണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമേ അല്ലതാനും. അപ്പോ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. അള്ളാഹു ഒന്നിനെയും ആശ്രയിക്കുന്നവനല്ല, അവന് സ്വമതാണ്. അള്ളാഹു സമദ് എന്നാണ് സൂറത്തുൽ ഇഖ്ലാസിൽ നമ്മൾ കാണുന്നത്. അവൻ നിരാശ്രയനാണ്, എല്ലാവരും അവനെയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. പക്ഷെ അള്ളാഹു പല സംഗതികളും നടപ്പിലാക്കുന്നത് അവന്റെ മലക്കുകൾ മുഖേനയാണ്, മനുഷ്യര് മുഖേനയാണ്. അങ്ങനെ പല പ്രതിഭാസങ്ങളും ഇപ്പൊ നമ്മള് പ്രപഞ്ചത്തിലെ പല പ്രതിഭാസങ്ങളും ജീവജാലങ്ങൾ നിർവഹിക്കുന്നത് കാണാൻ കഴിയും. മണ്ണിര ഉദാഹരണത്തിന്, കർഷകർക്ക് മണ്ണിരയുടെ പ്രാധാന്യം അറിയാം. മണ്ണിരയെ ആശ്രയിച്ചുകൊണ്ടാണ് കർഷകര് എന്ന് പറയുന്നത് അതിൽ വലിയ സത്യം ഒരളവോളം ഉണ്ട്. കാരണം ഈ മണ്ണിര പ്രവർത്തിക്കുന്നത് മനുഷ്യന്റെ ഇച്ഛപ്രകാരമല്ല, എന്നാൽ അള്ളാഹുവിന്റെ ഇച്ഛപ്രകാരമാണ് മണ്ണിര പ്രവർത്തിക്കുന്നത്. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലുമാണിത്. മനുഷ്യര് മണ്ണിരയെ ആശ്രയിക്കുന്നുണ്ടാവും, പക്ഷെ അള്ളാഹു മണ്ണിരയെ ആശ്രയിക്കുകയല്ല. മണ്ണിരയെ അള്ളാഹു പ്രവർത്തനക്ഷമമാക്കുക മാത്രമാണ് ചെയ്യുന്നത്. കാരണം മണ്ണിര പൂർണ്ണമായിട്ടും അള്ളാഹുവിന്റെ ദാസ്യവേലയിലുള്ള അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ ബന്ധം എന്താണെന്ന് വ്യക്തമാവുമ്പോൾ നമുക്ക് അത്തരം ചോദ്യങ്ങൾ പ്രസക്തമല്ല എന്നത് കാണാൻ കഴിയും. മറ്റൊന്ന് SK ഉന്നയിച്ചിരിക്കുന്നതാണ്, ഗ്രാവിറ്റേഷൻ അല്ലേ പ്രപഞ്ചത്തെ നിയമിതമായ രീതിയിൽ ചലിപ്പിച്ചു നിലനിർത്തുന്നത്? അതിൽ നിന്ന് മനസ്സിലാക്കാം അള്ളാഹു അല്ല പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ശക്തി എന്ന്. വളരെ അബദ്ധജടിലമായ ഒരു ചോദ്യമാണ്. ഇത് വളരെ ഫൂളിഷ് ആണ് എന്ന് തന്നെ പറയേണ്ടതുണ്ട്. കാരണം പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളൊക്കെയും തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ്. ശാസ്ത്രം അത്തരം പ്രതിഭാസങ്ങള് പ്രവർത്തനക്ഷമമാണ് എന്നത് വിലയിരുത്തിയും നിരീക്ഷിച്ചും ഒക്കെ കണ്ടെത്തുക മാത്രമാണ് ചെയ്യുന്നത്. ശാസ്ത്രമല്ല ഗ്രാവിറ്റേഷൻ എന്ന പ്രതിഭാസത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. കണ്ടെത്തിയ ഒരാളാണ് അതിന്റെ നിർമ്മാതാവ് എന്ന് സങ്കല്പിക്കുന്നത് വല്ലാത്ത അല്പത്വമല്ലേ? എന്നാലോചിച്ച് നോക്കൂ. ഒരു മാവില് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാവില് മാങ്ങ കാണുക, ഞാനാണ് ആദ്യം കണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തർക്കത്തിൽ ഏർപ്പെടുന്ന കാണാൻ കഴിയും. കണ്ടെത്തി എന്നത് അതിന്റെ ഉടമസ്ഥതാവകാശമാണോ? അങ്ങനെയാണെങ്കിൽ കുട്ടികളുടെ ആ വാദങ്ങളൊക്കെ ശരിയായിരിക്കും. അങ്ങനെ അല്ലല്ലോ. ശാസ്ത്രം കണ്ടെത്തുക മാത്രമാണ് ചെയ്യുന്നത്, സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പൊ വൈദ്യുതി, അങ്ങനെ ഒരു സാധ്യത പ്രപഞ്ച സൃഷ്ടിപ്പിന്റെ കാലത്ത് തന്നെ, തുടക്കത്തിൽ തന്നെ ഉള്ളതാണ്. പക്ഷെ എത്രയോ നൂറ്റാണ്ടുകൾ പിന്നിട്ട ശേഷമാണ് മനുഷ്യൻ ആ സാധ്യത കണ്ടെത്തി പ്രയോജനപ്പെടുത്താൻ തുടങ്ങുന്നത്. അവിടെ ഉണ്ടായിരുന്നു നേരത്തെ. അതുപോലെ തന്നെ ഇന്റർനെറ്റിന്റെ സാധ്യത നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ നമ്മൾ സമീപകാലത്ത് മാത്രമാണ് അതൊക്കെ കണ്ടെത്തിയിട്ടുള്ളത്. ഈ കണ്ടെത്തി മനുഷ്യൻ അറിവ് ആർജിക്കുന്നതിനാണ് ശാസ്ത്രം എന്ന് പറയാം. അല്ലാതെ ശാസ്ത്രം ഒരാളുടെ പേരല്ല. അങ്ങനെ ചിലർ തെറ്റിദ്ധരിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അത് ഒരാള് കണ്ടെത്തി ഉണ്ടാക്കിയ അങ്ങനെയല്ല. മനുഷ്യരുടെ കളക്റ്റീവായിട്ട് പടിപടിയായിട്ടുള്ള വളർച്ചയാണ് ശാസ്ത്രം. അറിവ് നേടുന്നതിൽ മനുഷ്യൻ നടത്തുന്ന മുന്നേറ്റമാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രം എന്നത് മനസ്സിലാക്കാൻ പറ്റും.
സൂര്യനിൽ നടക്കുന്ന മറ്റൊരു ചോദ്യം എസ് കെ ഉന്നയിച്ചിരിക്കുന്നതാണ്. സൂര്യനിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ അല്ലേ ഭൂമിയിൽ ഊർജവും പ്രകാശവും എത്തിക്കുന്നത്? അതിൽ അള്ളാഹുവിന് റോളില്ല എന്നല്ലേ ശാസ്ത്രം ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത്? മഴ പെയ്യിക്കുന്നത് അള്ളാഹു ആണെന്നാണ് ഖുർആൻ പറയുന്നത്. പക്ഷെ ഇന്ന് മഴയുടെ സാങ്കേതികത എന്തെന്ന് ശാസ്ത്രം കണ്ടെത്തിയില്ലേ? ഈ ചോദ്യത്തിന് മുകളിൽ ഉന്നയിച്ച ചോദ്യത്തിന്റെ അതേ മറുപടിയാണ് അർഹിക്കുന്നത്. മഴ, ഊർജം, അതുപോലെയുള്ള പ്രതിഭാസങ്ങൾ ഇതൊക്കെ ഭൂമുഖത്ത് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. സൂര്യതാപം നമുക്ക് ലഭിക്കുന്നുണ്ട്, സൗരോർജം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്, മഴ ഒക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ പ്രവർത്തനക്ഷമമാകുന്നു എന്നത് മനുഷ്യൻ നിരന്തരമായി പടിപടിയായി മനസ്സിലാക്കുന്നു എന്നതാണ് വസ്തുത. ആ മനസ്സിലാക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ശാസ്ത്രം എന്ന് വിളിക്കുന്നത്. ഏറ്റവും പൗരാണികനായ മനുഷ്യന് വരെ ശാസ്ത്രം ഉണ്ടായിരുന്നു. അവന്റെ കണ്ണുകളും കാതുകളും അവന്റെ ഇന്ദ്രിയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് പലതിനെ കുറിച്ചും അവൻ പലതും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. കല്ലിന്റെ പാരുഷ്യവും പരുപരുത്ത പ്രതലമാണ് കല്ലിനുള്ളത്. അതുപോലെ തരിതരിയായിട്ടുള്ള ഒരു പ്രകൃതമാണ് മണ്ണിനുള്ളത്. വളരെ മൃദുലതയുള്ള പ്രതലമാണ് പൂക്കളുടെ ഇതളുകൾക്കുള്ളത്. ഇതൊക്കെ മനുഷ്യന് വളരെ പൗരാണികമായ കാലത്ത് തൊട്ടും കണ്ടും വാസനിച്ചും ഒക്കെ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അതൊക്കെ ആ കാലഘട്ടത്തിലെ ശാസ്ത്രമാണ്. ശാസ്ത്രം അതിന്റെ സാധ്യതകള് മനുഷ്യന്റെ ബുദ്ധിപരമായ വളർച്ചക്കും നാഗരിക വളർച്ചക്കും ഒക്കെ സമാന്തരമായിട്ട് ഒരുപാട് വികസിച്ചു പോയിട്ടുണ്ട്. ഇത് ആരുടെയും കുത്തകയല്ല. ഇത് ഏതെങ്കിലും നിരീശ്വരവാദികളുടെയോ നിർമ്മതരുടെയോ സ്വന്തമായ ഒരു സാധനമല്ല ഈ ശാസ്ത്രം എന്ന് പറയുന്നത്. ആരും ശാസ്ത്രത്തിന് സംഭാവനകൾ നൽകുന്നവരായി മാറും. പഴയകാലത്ത് ഇസ്ലാമിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നൂറ്റാണ്ട് പിന്നിട്ട് 3-4 അല്ലെ 4, 5, 6, 7, 8 നൂറ്റാണ്ടുകള് ശാസ്ത്രത്തിന്റെ വലിയ പ്രതാപം ഉണ്ടായിരുന്ന കാലാണ്. അവരൊക്കെ തന്നെയും ശാസ്ത്രജ്ഞന്മാരായിരുന്നത് അള്ളാഹുവിന്റെ ആയാത്തുകളെ കണ്ടെത്തി മനസ്സിലാക്കി അതിന്റെ സാധ്യതകളെ അന്വേഷിക്കുക എന്നുള്ള നിലക്കാണ് അവര് ശാസ്ത്രജ്ഞന്മാരായി വലിയ മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇബ്നു ഹൈസം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ പൗരാണിക ശാസ്ത്രജ്ഞൻ വെളിച്ചത്തിനെ കുറിച്ച് ഉള്ള അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് ഓപ്റ്റിക്സിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ്. ഇബ്നു സീന വൈദ്യശാസ്ത്ര രംഗത്ത്, അത് പ്രത്യേകിച്ച് സർജറി ഒക്കെ നടത്തുന്ന അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേഖലയിലൊക്കെ വലിയ വൈദഗ്ധ്യം ഉണ്ടായിരുന്ന പൗരാണികനായ ശാസ്ത്രജ്ഞനാണ്. ഇബ്നു റുഷ്ദ്, അങ്ങനെ പലരും, അസംഖ്യം ആളുകള് ആ മേഖലയിൽ സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഈ കാലഘട്ടത്തില് നിരീശ്വരരായ പലരും ശാസ്ത്രജ്ഞന്മാരായി ഉണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ അത് നിരീശ്വരരുടെയോ നാസ്തികരുടെയോ കുത്തകയായ ഒരു മേഖലയല്ല. എന്നല്ല, ഏതെങ്കിലും ഒരു മേഖലയെ മാത്രം ചുരുക്കി പറയുന്ന പേരല്ല ശാസ്ത്രം എന്നത്. മനുഷ്യന്റെ ജ്ഞാനാന്വേഷണത്തിന്റെ ഫലമായി അവൻ എത്തിച്ചേരുന്ന ഏത് നൂതനമായ കാര്യവും ശാസ്ത്രത്തിന്റെ ഭാഗമാണ്. അതിന് ആ ശാസ്ത്രജ്ഞൻ അവന്റെ മുന്നേയുള്ള തലമുറകളോട് കടപ്പെട്ടിട്ടുമുണ്ട്. ഒരു ശാസ്ത്രജ്ഞനും സീറോ എന്നല്ല തുടങ്ങുന്നത്. ഒരുപാട് നൂറ്റാണ്ടുകളിലൂടെ മനുഷ്യൻ ആർജിച്ച അറിവിന്റെ പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് അടുത്ത പടിയിലേക്ക് ഓരോ ശാസ്ത്രജ്ഞനും മുന്നേറുന്നത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് ശാസ്ത്രവുമായിട്ട് ഇസ്ലാമിന്, ഖുർആനിന് സംഘട്ടനമുണ്ട് എന്ന് സങ്കല്പിക്കുന്നത് ഏറ്റവും വലിയ വിഡിത്തമായിട്ടേ കാണാൻ പറ്റുള്ളൂ. കാരണം ഇതൊക്കെ തന്നെയും ശാസ്ത്രം എന്നുള്ള നിലക്ക് നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ തന്നെയും പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ എങ്ങനെ പ്രവർത്തനക്ഷമമാകുന്നു എന്നതിനെ നിരീക്ഷിച്ചുകൊണ്ട് നടത്തുന്ന കണ്ടെത്തലുകളാണ്. അതിനപ്പുറത്തേക്ക് ശാസ്ത്രത്തിന് പോകാൻ കഴിയുന്നില്ല. ഇതിന്റെ പുറകില് ഒരു ആസൂത്രകനുണ്ട്, ഒരു മുദബ്ബിറുണ്ട് എന്നതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയം. മറ്റൊന്ന്, അബ്ദുൽ കരീം അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഗ്രാവിറ്റേഷൻ എവിടെ നിന്നും വന്നു എന്നൊരു റിമാർക്ക് നടത്തിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളാണ് ഞാനിപ്പോ നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളത്. എസ് കെയുടെ മറ്റൊരു ചോദ്യം, ഗ്രാവിറ്റി പ്രാപഞ്ചിക ശക്തിയാണ് എന്നാണ്. പ്രപഞ്ചം തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. പിന്നെ അതിനകത്തുള്ള ശക്തി ആരുടേതാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. ഏകദൈവം എന്ന ആശയം സംഘടനാ താല്പര്യം ഉദ്ദേശിച്ചു കൊണ്ടുവന്ന ഒരു വാദമല്ലേ എന്നാണ്. മനുഷ്യരെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ അറബികളുടെ സംസ്കാരം ലോകത്ത് എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടിയാണ്
ഈ ഖുർആൻ ഏകദൈവത്വം എന്ന ആശയവുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് എന്നാണ് SK പറയുന്നത്. SK ഒരു ലേശം കൂടിയൊക്കെ ചരിത്രവും അതുപോലെ ഈ കാലഘട്ടങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക. അപ്പൊ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകും. ജനങ്ങളെ എന്തിനു വേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഘടിപ്പിച്ചു, എന്നിട്ട് എന്ത് ലക്ഷ്യത്തിലേക്ക് മുന്നേറി, അദ്ദേഹം എന്ത് നേടി, അറബികൾ എന്ത് നേടി തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹത്തിന് ആലോചിക്കാവുന്നതാണ്. മാത്രവുമല്ല, വിശുദ്ധ ഖുർആൻ എന്ന ഈ ഗ്രന്ഥം 6236 ആയത്തുകൾ അടങ്ങിയിട്ടുള്ള ഈ ഗ്രന്ഥം മുഹമ്മദ് എന്ന വ്യക്തിയാണ് ഉണ്ടാക്കിയതെങ്കിൽ അതുപോലെയുള്ള ഒരു ഗ്രന്ഥം ഉണ്ടാക്കുന്നതിന് എന്താണ് SKക്കും അതുപോലെയുള്ള ആളുകൾക്കും തടസ്സമായിട്ടുള്ളത് എന്നുകൂടി നിങ്ങൾ സ്വയം അന്വേഷിച്ച് കണ്ടെത്തുക. അതിനുള്ള ഉത്തരം കൂടി നിങ്ങൾ കണ്ടെത്തുക. അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇത് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഇല്ലാതെ ആളുകളെ സംഘടിപ്പിച്ച് ലോകം കൈയടക്കാൻ ചെയ്തൊരു പണിയുടെ പ്രകടനങ്ങളാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുന്നത് ഒരു ഭൂലോക വിഡ്ഢിത്തമാണ് എന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. നിങ്ങൾ ഈ വിധത്തിലുള്ള സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് നല്ലതാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് സത്യം എന്താണ് എന്നറിയാനുള്ള സത്യസന്ധതയോടുകൂടിയുള്ള താല്പര്യവും ഉണ്ടാകണം എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.